ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം. Nine of Wands, the Lovers, Six of Wands, Ace of Pentacles, Five of Cups, Eight of Cups, Ten of Cups, Death. ആൻഡ് ബോട്ടം ഓഫ് ഡെക്ക് ഫൈവ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്, അതേപോലെ ജസ്റ്റിസ്. നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് എടുക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തകളാണ്. അവരുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അവർ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും സ്റ്റോക്ക് ചെയ്യാണ് നിങ്ങളെ. അതേപോലെ തന്നെ ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഒരു ഡിവൈൻ കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോൾമേറ്റ് ആയിരിക്കാം, ടിൻ ഫ്ലെയിം ആയിരിക്കാം, വാട്ടവർ, എന്ത് തരം റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ അവർ ചിന്തിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ എന്തോ ഒരു പ്രത്യേകത, നിങ്ങളോട് ഭയങ്കര ഒരു പ്രത്യേകത അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതിൽ അവർ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, ഇതായിരിക്കും എൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇതായിരിക്കും എന്തോ ഒരു ഇൻറ്റിമസി, നിങ്ങളുമായിട്ടുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യുന്നത് പോലൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതായത് അവർക്ക് തോന്നാണ്, ഇതന്നെയാണ് എൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ, ഇവരെന്നാണ് എൻ്റെ ഫ്യൂച്ചറിലുള്ള ആ ഒരു പേഴ്സൺ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ഈ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ അവർക്കൊരു വിജയം വേണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ഒരു ഹാർമണി, അതേപോലെ ഒരു വിവാഹത്തിലേക്കൊക്കെ ഇത് എത്തിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ചോയ്സുകളും എല്ലാം ഉണ്ട്. ന്യൂ ബിഗിനിങ്, ഇതിന് ഒരു ന്യൂ ബിഗിനിങ് വേണം. നിങ്ങളോടിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതേപോലെ ഇപ്പം ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ്, എന്തും ആവാം. ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ന്യൂ ബിഗിനിങ് വേണം. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നം കാരണം, സോറി, പണ്ടൊക്കെ ഒരു പ്രശ്നം, കുറച്ച് കാലാവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പോൾ ഫൈവ് ഓഫ് കപ്സാണ് ഇവിടെ കാണുന്നത്. 3 കപ്പ് ഇവിടെ എന്താ പറയുക, നിലത്ത് വീട് കിടക്കുകയാണ്. മറ്റേ 2 സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ട്. ആ 2 കപ്പ് അയാൾ കാണുന്നില്ല. അപ്പോൾ അവരുടെ ഇമോഷൻസാണ് ഇതിനെ ബാധിക്കുന്നത്. അവർ ആകെ ടയേർഡും ഇമോഷൻസിലാണ്. അയാൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. നഷ്ടപ്പെട്ടതിന് എന്തിനാണോ അതിനെ ഓർത്ത് മാത്രമാണ് അയാൾ ദുഃഖിച്ചിരിക്കുന്നത്. അയാൾക്ക് നിങ്ങളിലേക്ക് വരണം എന്നുണ്ട്, പക്ഷേ ഈ ഇമോഷൻസ് കാരണം അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആയോ എന്നുള്ളൊരു തോട്ടും കൂടെ അവരെ മനസ്സിൽ നടക്കുകയാണ്. പക്ഷേ എൻ്റെ ആയിട്ടില്ല, ഇത് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ്. ഇമോഷൻസാണ്, മൂണാണ്. ഇമോഷൻസ് പരമായിട്ട് നിങ്ങളൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം. ബാക്കിയുള്ളവരോടൊന്നും അങ്ങനെ ഒരു പ്രത്യേകതയോ അങ്ങനെയൊന്നും അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഭയങ്കര ഇൻറ്റിമസി, ഭയങ്കര കെയറിങ്, ഭയങ്കര ഇതൊക്കെ ആയിരിക്കാം. ആ ഒരു കാരണത്താൽ തന്നെ അവർക്കൊരു ഹാപ്പി ഫാമിലി വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ അവർ വിചാരിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണം, ഇതിനൊക്കെ ഒരു അവസാനം വേണം, എന്ത് പ്രശ്നത്തിനോ ഇടയിലെത്തുന്നതിനുള്ള ഒരു അവസാനം വേണം, ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റിക്കിളാണ്. ഫൈവ് ഓഫ് പെൻറ്റിക്കിൾ പറഞ്ഞാൽ അവർക്ക് മാനസികപരമായിട്ടും ശാരീരികമായിട്ടും എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവരാകെ ഡെസ്പായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് അതായത് മണിപരമായിട്ടുള്ള ബാലൻസിങ് ഇല്ലായ്മയും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള ഓരോ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, എന്നിട്ട് എനിക്കൊരു ജസ്റ്റിസ് വേണം എന്നുള്ളൊരു ആഗ്രഹം കേട്ടോ. വിവാഹത്തിൻ്റെ ഒരു സെലിബ്രേഷൻ വേണം, നിങ്ങളായിട്ടുള്ളൊരു സെലിബ്രേഷൻ, ഒരു വിവാഹം, എനിക്ക് ഹാർമണി, അതേപോലെ ഫാമിലി ഫുൾഫിൽമെൻറ്റ്, അങ്ങനെയുള്ളൊരു കാർഡാണിത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യായമായിട്ടുള്ളൊരു നീതി അവർക്ക് കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ,
ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പം ഭയങ്കര ലോ എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർക്കിപ്പോൾ എന്ത് ചിന്തിച്ചാലും അവരുടെ മൈൻഡിലില്ല. അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും ഇഷ്യൂസും ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന്. 3 കാർഡ്സ് എടുക്കും ഞാൻ. പ്ലീസ് യൂണിവേഴ്സ്. ഓക്കെ, കണ്ടോ, ഇത് ഹെറോപ്പൻ്റെ എന്നാണ് വന്നത്. ഹെറോപ്പൻ എന്ന് പറഞ്ഞാൽ അവരൊരു പുരാതനപരമായിട്ടുള്ള പഴയ പാരമ്പര്യം അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഒരു എന്താ പറയുക, ട്രഡീഷണൽപരമായിട്ടുള്ള ചിന്തകളും, പക്ഷേ ന്യൂ ജെൻസ് തന്നെയാണ്. പക്ഷേ ഓരോരുത്തർ ഒരു മെൻറ്റാലിറ്റി ഒക്കെ അങ്ങനെയാണല്ലോ. ഒരു ഡിവൈൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടെൻഷനായിട്ട് വെറീഡായിട്ട് നിങ്ങൾ ഇരിക്കരുത് എന്നാണ് പറയുന്നത്. ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ആവാനാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ആ ഒരു ചിന്തയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഉറക്കമില്ലായ്മ, അതേപോലെ ഒരു എന്താ പറയുക, ഒരു മരിച്ചു കിടക്കുന്നൊരവസ്ഥ കണ്ടോ. ഈ ഒരു ലേഡി കിടന്നിട്ട് കരയാണ്, വെള്ളത്തിൻ്റെ മുകളിലാണ് ഇത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കരുത്. അവരും അതേ അവസ്ഥയിലാണ്. അപ്പോൾ അവരും അതേ അവസ്ഥയിലാവുമ്പോൾ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനോ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യങ്ങൾ വരാനോ ഡിവൈൻ വൈകും എന്നാണ് പറയുന്നത്. വൈകും എന്നല്ല, ഒരു ഡിലേ വരും എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക അതിൽ നിന്ന്. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അവരുടെ ചിന്തകൾ നിങ്ങൾ അലട്ടുന്നുണ്ടായിരിക്കുക. പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചാലും ചിന്തകളുണ്ടാവും. പക്ഷേ ആ ചിന്തകളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ചിന്തിക്കും തോറും അവരെന്ത് ചെയ്യും, പിന്നെ ഡെസ്പായും കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ മൂവ് ഓൺ ആയി ആ ഒരു നെഗറ്റീവ് എനർജി അങ്ങോട്ട് ബാക്ക് ഔട്ട് ആവുമ്പോൾ നിങ്ങളിൽ പോസിറ്റീവ് വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യാനല്ല പറയുന്നത്. അതായത് നിങ്ങളുടെ കരിയറിലും ഫോക്കസ്ഡ് ആവുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ്ഡ് ആവുക, ചെറിയ ചെറിയ സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. അതേപോലെ എപ്പോഴും ദൈവത്തിനോടും ചുറ്റുപാടുള്ള എല്ലാവരോടും നന്ദി പറയുക, ഗ്രേറ്റ്ഫുള്ളായിരിക്കും എപ്പോഴും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ആവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്. അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ജനറൽ റീഡിംഗ് ആണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും റെസനേറ്റ് ആവാം. ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പം ഇത് അതിൻ്റേതായ സ്പിരിറ്റിൽ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.